പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധിയിൽ യാത്രകൾ മുടങ്ങിയ ഉപഭോക്താക്കൾക്ക് എമിറേറ്റ്സ് എയർലൈൻസ് 500 കോടി ദിർഹം തിരികെ നൽകി. റീഫണ്ടിനായി ലഭിച്ച അപേക്ഷകളിൽ 90% തീർപ്പാക്കിയതായി എമിറേറ്റ്സ് എയർലൈൻസ് പ്രസിഡന്റ് ടീം ക്ലർക്ക് പറഞ്ഞു. മാർച്ച് മുതൽ 14 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ലഭിച്ചത്. ജൂൺ അവസാനം വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളുടെ കണക്കുകളാണിത്. പരിഹാരം കാണേണ്ട കുറച്ച് അപേക്ഷകൾ കൂടി ബാക്കിയുണ്ട്. ഇവ ഓരോന്നായി പരിശോധിച്ച് തീർപ്പാക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിമാനങ്ങൾ റദ്ദായതും വിമാനത്താവളങ്ങൾ അടച്ചിട്ടതും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങിയവർക്ക് തിരികെ നൽകിയ പണമാണിതെന്നും കമ്പനി അറിയിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ പണം തിരികെ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് എമിറേറ്റ്സ് അധിക ജീവനക്കാരെ നിയമിച്ചിരുന്നു. ട്രാവൽ ഏജന്റുമാരടക്കം ഭാഗമാക്കി വിപുലമായ സംവിധാനങ്ങളാണ് തയ്യാറാക്കിയത്. കോവിഡ് പ്രതിസന്ധിയിൽ ജീവനക്കാരുടെ വെട്ടിക്കുറച്ച ശമ്പളം ഒക്ടോബർ മുതൽ പുനഃസ്ഥാപിക്കുമെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചിരിക്കുന്നു. ജീവനക്കാർക്ക് കമ്പനി സിഇഒ അയച്ച കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. കോവിഡ് വ്യാപനം മൂലം വിമാന സർവീസുകൾ പലതും നിർത്തലാക്കിയതോടെയാണ് ജീവനക്കാരുടെ ശമ്പളവും എമിറേറ്റ്സ് കുറച്ചത്. ഒപ്പം ചില ജീവനക്കാരോട് ശമ്പളമില്ലാത്ത നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനും നിർദ്ദേശിച്ചു. ഇതിനു പുറമെ പുതിയ റിക്രൂട്ട്മെന്റുകളും നിർത്തുകയും ചെയ്തു. പുതിയ മാറ്റങ്ങൾ എയർലൈൻ മേഖല മെച്ചപ്പെടുന്നതിന്റെ സൂചനയാണ് കണക്കാക്കപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ വ്യോമഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചതോടെ എമിറേറ്റ്സ് സർവീസുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോവിഡ് മുൻകരുതൽ നടപടികളുടെ സുരക്ഷിതത്വവും സുഗമമായ യാത്രാനുഭവമാണ് എമിറേറ്റ്സ് ഒരുക്കുന്നത്. ഇപ്പോൾ 80 നഗരങ്ങളിലേക്ക് സർവീസുകളുണ്ട്. 2021 എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും വിമാനങ്ങൾ പുനരാരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. ഏതായാലും പ്രവാസി യാത്രക്കാരെ അത്യന്തം ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് എമിറേറ്റ്സ് എടുത്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.